പ്രപഞ്ച സൃഷ്ടാവായ ദൈവം സർവശക്തനും സർവജ്ഞാനിയും പരമകാരുണ്യവാനുമാണ്. തൻ്റെ അനന്തമായ സ്നേഹത്തിലാണ് ദൈവം ഈ പ്രപഞ്ചത്തിലെ സകലത്തെയും സൃഷ്ടിച്ചത്. ദൈവം നമ്മുടെ സ്നേഹപിതാവാണ്. സകല സൃഷ്ടികളും ദൈവത്തിൻ്റെ അരുമ സന്താനങ്ങളാണ്. ദൈവം സൃഷ്ടിച്ചതിൽ വച്ച് സൃഷ്ടാവാം ദൈവത്തിൻ്റെ രൂപസാദൃശ്യങ്ങൾ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു സൃഷ്ടി മനുഷ്യനാണ്. ആദ്യ മനുഷ്യൻ്റെ ജീവിതം വളരെയേറെ സൗഭാഗ്യങ്ങൾ നിറഞ്ഞതായിരുന്നു. സാക്ഷാൽ ദൈവം ഭൂമിയിൽ മനുഷ്യനോടുകൂടെ സഹവസിച്ച ആ നാളുകൾ എത്ര മനോഹരമായിരുന്നു. മനുഷ്യൻ ദൈവത്തോടും ദൈവം മനുഷ്യനോടും കൂടെ നടന്ന ദിനങ്ങളായിരുന്നു അത്. ഈ പ്രകൃതി എത്ര മനോഹരമായിരിക്കുന്നു. പാറിപ്പറക്കുന്ന ഈ പക്ഷികളുടെ രാഗങ്ങളും ഈ മനോഹര പുഷ്പങ്ങളിൽ നിന്നും വീശുന്ന സുഗന്ധവും എത്ര ഹൃദയസ്പർശിയാണ്. ഈ സൂര്യപ്രകാശം എത്രയേറെ സ്വച്ഛന്തമാണ്. നമ്മുടെ ചുറ്റും കാണുന്ന ഈ ഓരോ ജീവജാലങ്ങളും എത്ര ഭാഗ്യം സിദ്ധിച്ചവയാണ്. ഇങ്ങനെ സൃഷ്ടാവാം ദൈവത്തോടുകൂടെ ഉല്ലസിച്ച് നടക്കുന്ന മനുഷ്യനെ നോക്കി അസൂയപ്പെട്ടുകൊണ്ട് അന്ധകാര ലോകത്തിൻ്റെ അധിപതിയായ പിശാച് ഉറഞ്ഞു തുള്ളി നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിശാച് പല നിലയിലും മനുഷ്യനെ വശീകരിക്കുവാൻ തക്കം പാർത്തിരുന്നു. സുഹൃത്തേ, നിങ്ങൾക്കൊരു രഹസ്യമറിയുമോ? ഈ ലോകം എത്ര വിശാലമാണ്. ജീവിത സുഖങ്ങൾ ആസ്വദിക്കുവാനുള്ള എത്രയെത്ര അവസരങ്ങളാണ് നിങ്ങളുടെ മുൻപിൽ തുറന്നിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഈ ദൈവത്തെ ചുറ്റിപ്പറ്റി നിന്ന് ജീവിത സുഖങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഈ ജീവിതം കാലത്തിനനുസരിച്ച് ആസ്വദിക്കണം. എൻ്റെ ഒപ്പം നിങ്ങൾ വരൂ. ഈ ജീവിതം സ്വപ്ന തുല്യമാക്കുവാനുള്ള പല മാർഗങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണ് ഇയാൾ പറയുന്നത്? ഇയാൾ പറയുന്നത് ശരിയാണോ? ഒരുപക്ഷെ ഇയാൾ പറയുന്നതായിരിക്കും ശരി. ഒന്ന് പരീക്ഷിച്ച് നോക്കാം. എന്തു തന്നെയായാലും എനിക്കെൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കണം. എനിക്ക് ഉയരങ്ങളിലെത്തണം. സുഹൃത്തേ, നിങ്ങളുടെ ജീവിതം ഉയരങ്ങളിലെത്തണമെങ്കിൽ ധാരാളം പണം നിങ്ങൾക്ക് വേണം. പണമില്ലാത്തവന് ഇവിടെ എന്തു വില? ധാരാളം സമ്പാദിക്കുക, എല്ലാം വെട്ടിപ്പിടിക്കുക. പണം നേടിയെടുക്കുവാൻ നിങ്ങൾ ഉദ്യമിച്ചാൽ നിശ്ചയമായും നിങ്ങൾ വിജയിക്കും. ഇത് വെച്ചോളൂ. വേഗം പണക്കാരനാകാനുള്ള മാർഗങ്ങളെല്ലാം ഇതിലുണ്ട്. എന്താണിത്? വെട്ടിപ്പ്, തട്ടിപ്പ്, വഞ്ചന, കൈക്കൂലി, കള്ളക്കടത്ത്, ഇതാണോ പണമുണ്ടാക്കാനുള്ള മാർഗങ്ങൾ? അങ്ങനെ അവൻ ആർത്തിയോടെ ഓടി നടന്ന് സമ്പാദിക്കുവാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് ധാരാളം പണമുണ്ട്, പക്ഷേ എൻ്റെ സമാധാനം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നുവല്ലോ. ഞാൻ എന്ത് ചെയ്യും? ഞാൻ? നിനക്ക് കുറച്ച് ക്ഷീണം കാണുന്നുണ്ടല്ലോ. ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക്. നല്ല ഉന്മേഷം കിട്ടും. മോനെ, ഇത് ലോക ബ്രാൻഡാ. VIP-മാർ മാത്രം ഉപയോഗിക്കുന്ന കിടിലൻ സാധനം. ഇവൻ അങ്ങ് ചെന്നാൽ എല്ലാ ദുഃഖങ്ങളും നീ മറക്കും. എടുത്തോളൂ. അങ്ങനെ ക്രമേണ മദ്യപാനം ആ മനുഷ്യനെ കൂടുതൽ തകർച്ചയിലേക്ക് വീഴ്ത്തുകയാണ്. ആരോഗ്യം ക്ഷയിച്ച്, ബുദ്ധി മന്ദിച്ച്, മാനവും ധനവും നഷ്ടമായി, രോഗങ്ങളുടെ പിടിയിൽ അമർന്ന് അവനതാ വിഷാദത്തിൽ ആണ്ടു നിൽക്കുമ്പോൾ അടുത്ത ഓരോ മോഹവലയങ്ങൾ വീണ്ടും അവനെ സമീപിക്കുകയാണ്. ലഹരി മരുന്നുകളുടെ നിലയില്ലാ കയങ്ങൾ. ഹേ സ്നേഹിത, അധികാരവും പ്രതാപവും കരുത്തും വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഈ സാധനം ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. നെപ്പോളിയനെയും അലക്സാണ്ടറിനെയും കാൾ കരുത്തനായ നേതാവായി നിങ്ങൾ മാറും. ഇത് ഉപയോഗിച്ചാൽ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സഫലമാകും. പിന്നെ യാതൊരു ദുഃഖങ്ങളും നിന്നെ ബാധിക്കുകയില്ല.
അപ്പോൾ അന്തരീക്ഷത്തിൽ അവൻ്റെ അന്ധകരണത്തിൽ ഒരു ശബ്ദം മുഴങ്ങി കേൾക്കുകയാണ്. കൊടും ചതിയാണിത്, തുടരുത്, ഇത് നീ ഉപയോഗിക്കരുത്, അരുത്. ഒരിക്കൽ ഇതിൽ വീണാൽ പിന്നെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അരുത്, നീ ഇത് ഉപയോഗിക്കരുത്. മടിച്ചു നിൽക്കേണ്ട, വേഗം വരൂ. ഇത് 2 ഗ്രാം മാത്രം ഉപയോഗിച്ചാൽ മതി. നിനക്ക് പക്ഷിയെപ്പോലെ പറക്കാം, ജീവിതം ആസ്വദിക്കൂ. ഒടുവിൽ അവൻ അതിനും അടിമയായി തീരുകയാണ്. ലഹരി മരുന്നിൻ്റെ നിലയില്ലാ കയങ്ങളിലേക്ക് ആ മനുഷ്യൻ താണു പോകുന്നു. അയ്യോ, ഇതെന്താണ്? എന്നെ കൊത്തി വലിക്കുന്നല്ലോ. അയ്യോ, ചുറ്റും വിഷസർപ്പങ്ങളാണല്ലോ. അമ്മേ, ഇത്ര ആഴമുള്ള കുഴിയിൽ നിന്ന് ഞാൻ എങ്ങനെ കരകയറും? അയ്യോ, ഞാൻ നശിക്കുകയാണോ? ഓ, എല്ലായിടത്തും ഇരുട്ടാണല്ലോ, ഇരുട്ട്. എന്തൊരു കൂരിരുട്ടാണിത്. അങ്ങനെ ലഹരിയുടെ ലോകത്തിലേക്ക്, അതിൻ്റെ ആഴമേറിയ കയത്തിലേക്ക് അവൻ ഒഴുകിപ്പോകുകയാണ്. എന്തു പറ്റി? നിന്റെ പരീക്ഷണങ്ങളെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു അല്ലേ? നീ തോറ്റു. ഇനി നിന്റെ മുമ്പിൽ ഒരു പ്രതീക്ഷയ്ക്കും ഇടമില്ല. നിന്റെ ആരോഗ്യം അതൊരു കടങ്കഥ മാത്രം. നിന്റെ സ്വപ്നങ്ങൾ അതെല്ലാം വീണുടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നിന്റെ ഭാവി ഇനി ഇരുട്ട് മാത്രമേ ഇനി നിന്റെ മുൻപിലുള്ളൂ. ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ, ആത്മഹത്യ. അതോടെ സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. പിന്നെ നീ യാതൊന്നും അറിയേണ്ടതില്ല. വേഗമായിക്കോട്ടെ, ഇപ്പോൾ തന്നെ ആത്മഹത്യക്ക് ഒരുങ്ങും. എന്ത്? ഞാൻ മരിക്കണമെന്നോ? അയ്യോ, എനിക്ക് പേടി തോന്നുന്നു. എല്ലായിടത്തും ഇരുട്ടാണല്ലോ. ഇവിടെ എൻ്റെ സുഹൃത്തുക്കൾ ആരെയും കാണുന്നില്ലല്ലോ. അയ്യോ, എനിക്കൊരു മോചനമില്ലേ? എനിക്കിതിൽ നിന്നും ഒരു വിമോചനമില്ലേ? ഇവിടെ എല്ലാം അവസാനിക്കുകയാണോ? വിമോചകൻ അവിടെ രംഗത്ത് പ്രവേശിക്കുകയാണ്. മകനെ, നീ എന്തിനാണ് ഇങ്ങനെ നിലവിളിക്കുന്നത്? ഇല്ല, ഞാൻ പരാജയപ്പെട്ടു. എൻ്റെ ജീവിതം തകർന്നു. ഇനി ജീവിക്കുന്നതിൽ യാതൊരർത്ഥവുമില്ല. ഇല്ല മകനെ, നീ തകർന്നിട്ടില്ല. നീ എന്നെ വിശ്വസിക്കൂ. ദുഷ്ടാരൂപിയുടെ വാക്ക് കേട്ട് തെറ്റായ വഴികൾ തെരഞ്ഞെടുത്തതാണ് നീ പരാജയപ്പെടുവാൻ കാരണമായത്. എന്നാൽ ശരിയിലേക്ക് മടങ്ങി വരുവാൻ ഇപ്പോഴും നിനക്ക് അവസരമുണ്ട്. ഇനി ഒട്ടും വൈകേണ്ട. അങ്ങ് ആരാണ്? എനിക്ക് അങ്ങയെ കാണുവാൻ കഴിയുന്നില്ലല്ലോ. എനിക്ക് അല്പം ധൈര്യം തിരിച്ചു കിട്ടിയതുപോലെ തോന്നുന്നു. അപ്പോൾ ഞാൻ മരിക്കേണ്ടതില്ല എന്നാണോ അങ്ങ് പറയുന്നത്? ഇല്ല മകനെ, നീ മരിക്കേണ്ടതില്ല. ആത്മഹത്യ യാതൊന്നിനും പരിഹാരമല്ല. ഞാൻ നിന്റെ സൃഷ്ടാവാം ദൈവമാണ്. എല്ലാ തകർച്ചയിൽ നിന്നും നിന്നെ വീണ്ടെടുക്കുവാനായി ഞാൻ നിനക്കു വേണ്ടി എൻ്റെ ജീവൻ ക്രൂശിൽ ബലിയർപ്പിച്ചു. നിന്റെ രക്ഷിതാവാണ് ഞാൻ. ഉറച്ച തീരുമാനം നിന്റെ ഹൃദയത്തിൽ എടുത്തുകൊണ്ട് നീ എന്നിലേക്ക് തിരിഞ്ഞാൽ നിനക്ക് പൂർണ്ണ സമാധാനം നിനക്ക് ലഭിക്കും. നിന്റെ ജീവിതം പിന്നെയും തളിർക്കും. നഷ്ടപ്പെട്ട ജീവചൈതന്യം തിരിച്ചു കിട്ടും. പണത്തോടുള്ള ആർത്തി, മദ്യാസക്തി, ലഹരി മരുന്ന്, ആത്മഹത്യാ ചിന്ത, ഇതെല്ലാം ചതിക്കുഴികളാണ്, കൊടും വഞ്ചനകൾ. വ്യാജത്തിൻ്റെ ഈ രൂപഭാവങ്ങൾ നിന്നെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോവുക മാത്രമേ ഉള്ളൂ. എന്നാൽ കുഞ്ഞേ, ഇന്ന് നിന്റെ ജീവിതം എനിക്കായി നീ സമർപ്പിക്കുക. എനിക്കായി നിന്നെ തന്നെ ഏൽപ്പിക്കുക. നിശ്ചയമായും അത് പുതിയ തീരങ്ങളിലേക്ക്
എത്തും. പുതിയ ഉയരങ്ങളിലേക്ക് നിന്റെ ജീവിതം പറന്നുയരും. നീ ഇങ്ങനെ പ്രാർത്ഥിക്കുക: നാഥ, ഞാൻ എന്നെ തന്നെ എനിക്കായി സമർപ്പിക്കുന്നു. നാഥ, എന്നെ കൈക്കൊള്ളണമേ. ഞാൻ എന്നെ തന്നെ അങ്ങേയ്ക്കായി സമർപ്പിക്കുന്നു. എന്നെ കൈക്കൊള്ളണമേ.